സർ, ഈ ദേശീയ വിദ്യാഭ്യാസ നയം, അതായത് വിദ്യാഭ്യാസം ഏതൊക്കെ മേഖലകളിലേക്ക് അതിൻ്റെ ആ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം ഏതൊക്കെ മേഖലകളെ വികസിപ്പിക്കും എന്നുള്ളിടത്താണ് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ഭൗതിക വളർച്ചയെ, അതായത് നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിനെ ഏത് രീതിയിലായിരിക്കും ഈ പുതിയ വിദ്യാഭ്യാസ നയം സ്വാധീനിക്കുക? ഭാരതത്തിലെ ഒരു വ്യക്തിയുടെ വികാസം എന്ന് പറയുന്നത് അതിന് സമഗ്ര വികാസം എന്ന് പറയാം. അത് നമ്മുടെ ഉപനിഷത്തുകളൊക്കെ ഗഹനത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. യോഗശാസ്ത്രം അതാണ് പറയുന്നത്. അതിനെ പഞ്ചകോശാത്മകമായ വികാസം എന്ന് പറയാം. ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, പിന്നെ ചിത്തശുദ്ധിയുടെ ആധ്യാത്മികമായ വളർച്ച. അപ്പോൾ ഈ കുട്ടിയുടെ നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ ഈ സമഗ്രമായ വികാസമാണ് വേണ്ടത്. നമ്മുടെ ആ വിമുക്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നമ്മുടെ ഈ ഭൗതികമായ എല്ലാത്തിൽ നിന്നും ഉള്ള മോചനമാണ്. അപ്പോൾ സാധാരണ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം, ആ ജീവിതത്തിലൂടെ അയാൾ അഭ്യുദയവും നിശ്രേയസ്സും നേടേണ്ടതുണ്ട്. മെറ്റീരിയൽ വെൽബീയിങ് അയാൾക്കുണ്ടാവണം, ഒരു കുട്ടിക്ക്, ഒരു വ്യക്തിക്കുണ്ടാവണം. അതുപോലെ തന്നെ ആധ്യാത്മികമായ ഉന്നതി ഉണ്ടാകണം. അപ്പോൾ ഈ രണ്ടും സന്തുലിതമായിട്ട് ഒരു വളർച്ച, ആ വളർച്ചയാണ് ഭാരതീയ വിദ്യാഭ്യാസ പദ്ധതി. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ഒരു ആളിലുള്ള, ഒരു വ്യക്തിയിലുള്ള ആധ്യാത്മികതയുടെ അല്ലെങ്കിൽ ദിവ്യ ചൈതന്യത്തിൻ്റെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവിനിറ്റി. ആ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത്, അത് ആവിഷ്കരിക്കുമ്പോൾ എങ്ങനെ കാണുക? അയാളുടെ ക്യാരക്ടർ, അയാളുടെ സ്വഭാവശുദ്ധി, അയാളുടെ ജീവിതം. അതേപോലെ തന്നെ അദ്ദേഹം സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കുക എന്നാൽ ആത്മഗൗരവവും ബോധത്തോടൊപ്പം തന്നെ ആത്മനിർഭരത എന്നുള്ള വാക്കിൽ പറയാം, സെൽഫ് സപ്പോർട്ടിങ്. അപ്പോൾ ആ രീതിയിൽ ഒരു സമഗ്രമായ വ്യക്തിവികാസം, ആ വ്യക്തിവികാസമാണ് ഭാരതീയ വിദ്യാഭ്യാസ ചിന്ത. അതാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാതൽ. അപ്പോൾ അത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ബുദ്ധിവികാസം മാത്രമാണ്. ഇന്ന് നമ്മൾ ബുദ്ധി വികസിപ്പിക്കാൻ വേണ്ടി പോയതിന് ശേഷമാണ് ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. ഏറ്റവും ബുദ്ധിയും അല്ലെങ്കിൽ ഏറ്റവും നന്നായി പഠിക്കുന്നു എന്ന് പറയുന്ന കുട്ടികൾ അവർക്ക് അവരുടെ ബുദ്ധി കൊണ്ട്, അവരുടെ കഴിവ് കൊണ്ട് എന്താണോ ജീവിതത്തിൽ നേടാൻ സാധിക്കേണ്ടത്, ചെയ്യേണ്ടത് ചെയ്യാനുള്ള ശാരീരിക ക്ഷമതയില്ല. ശാരീരിക ക്ഷമതയില്ലാത്തതുകൊണ്ട് എത്ര വയസ്സിലാണ് അവർ മരിച്ചു പോകുന്നത്, രോഗഗ്രസ്തരാകുന്നത്. അപ്പോൾ ഇന്ന് കേരള സമൂഹം, ഭാരത സമൂഹവും ലോകവും ഒക്കെ അറിയുകയാണ്, ബുദ്ധിവികാസം കൊണ്ട് കാര്യമില്ല, ബുദ്ധിവികാസം കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ കുട്ടിയുടെ ഈ ബുദ്ധി നമ്മളെ നയിക്കുന്നതാണെങ്കിൽ, നമ്മുടെ അറിവുകൾ കൊണ്ട് നമുക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട രഥം നമ്മുടെ ശരീരമാണ്. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. അപ്പോൾ ഈ ധർമ്മം ചെയ്യാനുള്ള ശരീരമില്ലാതെ, അതുകൊണ്ട് നമ്മുടെ ആദ്യമേ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചു, ഈ ഉള്ളിലുള്ള പ്രാണനെക്കുറിച്ച് ചിന്തിച്ചു. അതിനനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെ, ശരീരവും പ്രാണനൊക്കെ ഉണ്ട്, നല്ല രോഗമില്ലാത്ത അവസ്ഥയാണ്, ആരോഗ്യ ദൃഢഗാത്രനാണ്, നല്ല ശക്തിയുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിനനുസരിച്ചാണ് ഈ ശരീരം പ്രവർത്തിക്കുക. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും ഉള്ള ഒരു സമഗ്ര വികാസം, അതാണ് പുതിയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്നത്.